നമ്മുടെ രാജ്യത്ത് പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള ഡിസാസ്റ്ററുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട അടുത്ത കാലത്തുണ്ടായ ഒരു ദുരന്തമായിരുന്നു കേരളത്തിലുണ്ടായ മണ്ണിടിച്ചും അതുപോലെ തന്നെ വെള്ളപ്പൊക്കവും. ആ ദുരന്തമുണ്ടായ പ്രദേശം വലിയ രീതിയിലുള്ള കഷ്ടപ്പാടും ദുരിതവുമാണ് സഹിച്ചത്. വയനാട് ദുരന്തത്തിൽ ഏകദേശം 420 ജീവനാണ് ബലിയർപ്പിക്കപ്പെട്ടത്. 118 പേരുടെ ഭൗതിക ശരീരം ഇതുവരെയും കണ്ടെത്താൻ വേണ്ടി പോലും കഴിഞ്ഞിട്ടില്ല. 397 പേരാണ് വിവിധ രീതിയിൽ ഇഞ്ചുറി ബാധിച്ച് അവശരായി കിടക്കുന്നത്. അതുപോലെ തന്നെ ഏകദേശം അവിടെയുള്ള സ്കൂളുകൾ, അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, പഞ്ചായത്ത് ഓഫീസുകൾ, വിവിധ സർക്കാർ ഓഫീസുകൾ എല്ലാം തകർന്നു പോകുന്ന സ്ഥിതിയാണ്. കർഷകർ വർഷങ്ങളോളം കഷ്ടപ്പെട്ടുണ്ടാക്കിയ വസ്തുക്കളെല്ലാം നശിച്ചു പോകുന്ന സ്ഥിതിയുണ്ടായി. അവിടുത്തെ കുട്ടികൾക്ക്, രക്ഷകർത്താക്കളെ നഷ്ടപ്പെട്ട കുട്ടികൾ ഭൂരിപക്ഷം, മക്കളെ നഷ്ടപ്പെട്ട രക്ഷകർത്താക്കൾ. ശ്രുതി എന്ന പേരായ ആ കുട്ടിയെ സംസ്ഥാന ഗവൺമെന്റ് സർവീസിൽ എടുത്തു എന്നുള്ളത് ഏറെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. സംസ്ഥാന ഗവൺമെന്റിൽ പ്രത്യേക ഓർഡർ പ്രകാരം ആ കുട്ടിക്ക് അവിടെ സംസ്ഥാന ഗവൺമെന്റിൽ ജോലി കൊടുക്കാൻ വേണ്ടി തയ്യാറാണ്. അതുപോലെ സംസ്ഥാന ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു. നമ്മുടെ ബഹുമാനായ പ്രധാനമന്ത്രി ഓഗസ്റ്റ് 10 വയനാട് സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹം മാത്രമല്ല ബഹുമാനായ കേന്ദ്രമന്ത്രിമാർ സന്ദർശിച്ചു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ആ സ്ഥലം സന്ദർശിക്കുകയും അവിടെ ഉണ്ടായ ദുരന്തങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ മനസ്സിലാക്കിയ പ്രധാനമന്ത്രി ഇവിടെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സഹായം നൽകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. എന്നാൽ നമ്മുടെ ബഹുമാനായ പ്രധാനമന്ത്രി തിരിച്ചു വന്നതിന് ശേഷം കേരളത്തിന് ഈ ദുരന്തമുണ്ടായ പ്രദേശത്തിന് സഹായിക്കാൻ വേണ്ടി ഒന്നും ചെയ്തില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് കേരളത്തിൽ നിന്നുള്ള മുഴുവൻ എംപിമാരും ഒന്നിച്ചു ചേർന്നുകൊണ്ട്, കക്ഷി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഒന്നിച്ചു ചേർന്നുകൊണ്ട് കേരളത്തിന്റെ താൽപര്യം സംരക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര മന്ത്രിമാർക്ക് എല്ലാം തന്നെ നിവേദനം സമർപ്പിക്കാൻ തയ്യാറായി. കേരളത്തെ സഹായിക്കാതിരിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പറയേണ്ടി വന്നിരിക്കുകയാണ്.